അവസാനം വി ഡി സതീശിനെതിരെ റീനി രംഗത്ത് എന്തൊക്കെയായിരുന്നു? വി ഡി സതീശൻ എൻ്റെ റോൾ മോഡലാണ്, എനിക്കെല്ലാമാണ്, ആനയാണ് ചേനയാണ് മാനയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന റിനി ഇപ്പം നമ്മുടെ CM വി ഡി സതീശിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്കറിയാം ഇപ്പം KSRTCയിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശയം അവർ കൊണ്ടുവന്നിരുന്നു. അപ്പം അതിനെതിരെയാണ് ഇപ്പോൾ റിനി പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ റിനി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ശരി തന്നെ, സ്ത്രീകൾക്ക് ഇങ്ങനൊരു സംഭവം സെറ്റപ്പ് കൊണ്ടുവന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരെയും കൂടെ പരിഗണിക്കണം എന്നാണ് റിനി പറയുന്നത്. അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ മന്ത്രിസഭ ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഒട്ടും യോജിക്കുന്ന ഇതിൽ കാണാൻ പറ്റുന്നതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ വേറെ രീതിയിൽ കണ്ടു, പുരുഷന്മാരെ വേർതിരിച്ച് കണ്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും വൻ കോമഡി ആയിപ്പോയി. കാരണം വി ഡി സതീശന് വേണ്ടി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന റിനി ഇപ്പം വി ഡി സതീശനെതിരെ തിരിച്ചിരിക്കുവാണ്. വി ഡി സതീശൻ എടുത്ത തീരുമാനം, മുഖ്യമന്ത്രി ഈ വി ഡി സതീശൻ മന്ത്രിസഭ എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല, പുരുഷന്മാരെ തഴഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ റിനിയുടെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു പോസ്റ്റ് ഇവിടെ വായിക്കാം. ഇത്രയും സ്നേഹമുള്ള ഒരാൾ എന്തായാലും ഇങ്ങനൊരു പോസ്റ്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം. റിനിയെ ഇഷ്ടമല്ലാത്ത ആളുകളോട് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് റിനി. അപ്പോൾ റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് ഇപ്പം എയറിൽ പോകണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നു റിനി ഡെയിലി ഇങ്ങനെ ഓരോ ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വരുന്നതെന്ന് തോന്നും. അപ്പോൾ റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന തീരുമാനം സ്വാഗതാർഹം ആണ്, എങ്കിലും ചില ആശങ്കകൾ പങ്കുവയ്ക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം ആണ് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കേണ്ടത്. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള അവകാശമാണ് ഉറപ്പാക്കേണ്ടത്. ഇത് കഴിഞ്ഞ 10 വർഷം ഇതൊന്നും ഈ കഴിഞ്ഞ 10 വർഷത്തിലൊന്നും പറയുന്നതായിട്ട് നമ്മളെവിടെയും കണ്ടില്ല. ഈ റിനിയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ഡയലോഗും ഈ പോസ്റ്റും നമ്മൾ കണ്ടില്ലല്ലോ. സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കേണ്ടതെന്നും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനും ജീവിക്കാനും അവകാശമാണെന്ന് ഉറപ്പാക്കേണ്ടതെന്ന് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു പോസ്റ്റ് പോലും ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും തുല്യവേതനം ലഭ്യമാക്കുന്നതുമാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ ആധാരമെന്ന് ഞാൻ കരുതുകയാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് അവൾക്ക് ജീവിക്കാൻ സാധിക്കണം. അവൾക്കെന്നാണോ അതോ അവൾക്കെന്ന് ഉദ്ദേശിച്ചത് അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയാണ്, അവൾക്കാണോ അവറാണോ? സ്ത്രീ വെറുമൊരു ശരീരം എന്ന ധാരണകളിൽ നിന്ന് മാറി അവളൊരു വ്യക്തിയാണെന്നും അവളുടെ അഭിപ്രായങ്ങൾക്ക് തുല്യമായ പരിഗണന ലഭിക്കേണ്ടതാണ് എന്ന ധാരണ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയണം. ഓക്കെ, ഇതിൻ്റെ കമൻറ്റുകൾ വായിച്ച് നോക്കണം. ഒരു കമൻറ്റ് പോലും റിനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കമൻ്റ് ഇല്ല. എല്ലാം റിനിക്ക് നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. റിനിയെ ആളുകൾ എയറിൽ കയറ്റി വിടുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ്. അതുകൊണ്ട് ഞാൻ വായിച്ചു തരാം. അവൾക്ക് പുരുഷന് തുല്യമായ ഒരു നിലനിൽപ്പ് ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് പരമപ്രധാനം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത് ഇത് എന്താണ് തുടങ്ങി വെച്ചത്, എവിടാണ് വന്ന് അവസാനിക്കുന്നതെന്നാണ്, ഏതിലാണ് വന്ന് അവസാനിക്കുന്നതെന്നാണ് വൻ കോമഡി. അതാണ്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത് സമൂഹത്തിൽ സ്ത്രീ പുരുഷ സ്പർദ്ധ വളർത്താൻ ഒരു കാരണമാകുമോ എന്നും ഒരു ആശങ്കയുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ഒരു സ്ത്രീക്ക് യാത്ര സൗജന്യം ലഭിക്കുമ്പോൾ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന ഒരു പുരുഷന് അത് നിഷേധിക്കപ്പെടുകയാണ്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം സൗജന്യങ്ങൾ നൽകുന്നു എന്ന തരത്തിൽ പുരുഷന്മാർക്കിടയിൽ സ്ത്രീ വിരുദ്ധത സൃഷ്ടിക്കാനും ഇത് കാരണം ആയേക്കാം. അപ്പം അതുകൊണ്ട് ഇത് നല്ലൊരു പരിപാടിയല്ലെന്നാണ് ഇപ്പം റിനി പറയുന്നത്. എന്താല്ലേ, ഇപ്പം വൻ കോമഡി ആയിട്ടുണ്ട്. എന്തായാലും വി ഡി സതീശനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത റിനി അവസാനം വി ഡി സതീശനെതിരെ തിരിഞ്ഞൊരു രംഗമാണ് ഇതിലൂടെ ഞാൻ കണ്ടത്. ഇനി ഞാൻ കുറച്ച് കമൻറ്റുകൾ വായിച്ചു തരാം. അമാൻ ഹാദി എന്ന് പറഞ്ഞ
കമൻറ്റിൽ ഇട്ടേക്കുന്ന നിൻ്റെ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയെങ്കിലും ഫേമസ് ആകണം. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വി.ഡി. സതീശൻ ഒരു പോസിറ്റീവ് പബ്ലിസിറ്റിയാണ്, രാഹുൽ നെഗറ്റീവും. അതായത് മരണ വീട്ടിലാണെങ്കിലും പബ്ലിസിറ്റി മുഖ്യം വികലെന്നാണ് അമാൻ ഇട്ടേക്കുന്ന കമൻറ്റ്. അടുത്ത കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷബ്സ് QTR ഇട്ടേക്കുന്നത്, രാത്രി 12 മണിക്ക് ശേഷം പ്ലീസ് കം ടു പ്രൈവറ്റ് ചാറ്റ് എന്ന പദ്ധതി നടപ്പിലാക്കണം. സ്ത്രീ ശാക്തീകരണത്തിലും പുരുഷ ശാക്തീകരണത്തിലും അതൊരു മുതൽക്കൂട്ടാകും. അടുത്തത് രാമി ഇട്ടേക്കുന്ന കമൻറ്റ്. ആ കമൻറ്റ് ഞാനിവിടെ വായിക്കുന്നില്ല, അത് ഇച്ചിരി മോശം കമൻറ്റാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കേട്ടോ, ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഇനി ഞാനിവിടെ ക്ലിപ്പ് വെച്ച് തരാം. അപ്പം നമ്മൾ ഇത് KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ മന്ത്രിസഭ കൂടിയ സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളൊരു ഒരു ബയറ്റ് ഞാൻ ഇവിടെ വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഓക്കെ, വി.ഡി. സതീശൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര നൽകുമെന്നാണ് പറയുന്നത്. അതിനൊരു ഇതുണ്ട്, എല്ലാ ബസ്സിനുമല്ല, ഈ പറഞ്ഞ പോലെ അവർ തീരുമാനിക്കുന്ന ബസ്സുകൾ, ഓർഡിനറി പോലുള്ള ബസ്സുകൾ, എല്ലാത്തിനും ഈ പറഞ്ഞ എല്ലാ ബസ്സുകൾക്കും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ദീർഘദൂരം സഞ്ചരിക്കുന്ന ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, അപ്പോൾ അതിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണുനാഥ് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കേട്ട് നോക്കേ. ചോദ്യത്തിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും അന്നത്തെ CPM നേതാക്കന്മാരും പറഞ്ഞെന്താ, ഇതിവർ വെറുതെ പറയുന്നതാണ്, ഇവർക്ക് തന്നെ അറിയാം കേരളത്തിലെ KSRTCയിൽ സൗജന്യം കൊടുക്കാൻ കഴിയില്ല, കൊടുത്താൽ KSRTC കുത്തുപാളയെടുക്കും, അതാണ് ഉപയോഗിച്ച വാക്ക്, പൂട്ടിപ്പോകും. ഞങ്ങൾ 15-ാം തീയതി മുതൽ നടപ്പിലാക്കിയാണ്. വിശദമായ പഠനത്തിന് ശേഷമാണ് ക്യാബിനറ്റിൽ വന്നതിന് ശേഷം വിശദമായ പഠനത്തിന് വേണ്ടി തീരുമാനമെടുത്തു. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരും എല്ലാവരും പരിശോധിച്ച് നടപ്പിലാക്കിയാണ്. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് ഏതാണ്ട് 800 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. KSRTCക്ക് 1200 കോടി രൂപ നിലവിൽ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 800 കോടിയും കൂടെ കൊടുത്തിട്ട് 2000 കോടി രൂപ KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇപ്പോൾ 0 ടിക്കറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു KSRTC ബസ്സിൽ 100 പേര് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ ആ 100 പേരുടെ തുക KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഒരു മാസം 1000 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിനെ ഇനി നിങ്ങൾ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവപ്പെട്ട സ്ത്രീകളല്ലേ, അവർ യാത്ര ചെയ്തോട്ടെന്നേ, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? അതെ, പാവപ്പെട്ട സ്ത്രീകളല്ലേ, അവരും യാത്ര ചെയ്യട്ടെ. ഇതുപോലെ ആർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടുന്നു അവരൊക്കെ യാത്ര ചെയ്യട്ടെ. പുരുഷന്മാരായാലും സ്ത്രീയാണെങ്കിലും ഇതുപോലെ സ്ത്രീകൾക്ക് എന്തേ കൊടുത്തേ, പുരുഷന്മാർക്ക് എന്തേ കൊടുത്തേ, അതൊന്നും നോക്കണ്ട. നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കൈയടിച്ചത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക, സ്വീകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കാണ് അത് ഉപകാരപ്പെട്ടടേ? എനിക്ക് ഉപകാരപ്പെട്ടില്ലേ, അത് വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്നുള്ളൊരു ചിന്താഗതിയോട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നം വരത്തില്ല. പുരുഷന്മാർക്ക് ഉപകാരപ്പെട്ടില്ല, സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടില്ല, പുരുഷന്മാർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ തീരാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.